ആകിയാൽ പ്രിയപ്പെട്ടെ, അന്ന് ആ മനുഷ്യൻ പറഞ്ഞ വചനത്താൽ എൻ്റെ ഹൃദയം പ്രാണൻ തണുത്തു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ 34 വർഷം വ്യർത്ഥമായിട്ട് പോയി. സാഹിത്യകാരനായിട്ട് ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്നവനായിരിക്കുന്ന, തത്വജ്ഞാനിയായിട്ട് ലോകം മുഴുവൻ വാഴ്ത്തപ്പെടുന്നവനായിട്ട് ഒരു മനുഷ്യനായിട്ട് ഞാൻ തീർന്നിരിക്കട്ടെ. ഞാൻ മരിച്ചതിന് ശേഷം നിത്യമായിരിക്കുന്ന നരകത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനത് അറിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ഇപ്പോൾ ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം കൽപ്പിക്കുകയാണ്. നമ്മുടെ അറിവില്ലായ്മകളെ ദൈവം ക്ഷമിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷെ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്തുവാൽ എങ്ങനെ ക്ഷമിക്കുവാൻ കഴിയും? നിങ്ങളുടെ കുഞ്ഞ് അറിയാതെ ഒരു തെറ്റ് ചെയ്താൽ മോനെ അവനോട് ക്ഷമിക്കും. അവൻ പറയും, അപ്പ ഞാൻ തെറ്റ് ചെയ്തു പോയി, സാരമില്ല കുഞ്ഞെ എന്ന് പറഞ്ഞ് നമ്മൾ അവനെ ചുംബിക്കും. എന്നാൽ അവൻ മനഃപൂർവ്വം പാപം ചെയ്തിട്ട് താശത്തോടെ നമ്മളെ വെല്ലുവിളിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ കരങ്ങളിലെ വടിയുടെ ചൂട് അനുഭവിച്ചറിയും. ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. എൻ്റെ സമാധാനത്തിനെ ഞാൻ കണ്ടെത്തി. എൻ്റെ സമാധാനം ഞാൻ കണ്ടെത്തി. എൻ്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞു. ഇപ്പോൾ മരണഭീതിയില്ല. മരിച്ചതിന് ശേഷമുള്ള നിത്യജീവിതത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. എങ്ങനെ ഒരു പെൺകുട്ടി, വിവാഹ നിശ്ചയം കഴിയപ്പെട്ട ഒരു പെൺകുട്ടി തൻ്റെ മണവാളിന്റെ വരവിന് വേണ്ടി, ആ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ മരണത്തിനപ്പുറം ഞങ്ങളെ കാത്തിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു.